ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ആണ്. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. I'll cover most of the parts which I'll be going through. ആദ്യം നമ്മളിപ്പോൾ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ വിൽ ബി ലേണിംഗ് വാട്ട് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണ്, സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്താണെന്നൊക്കെ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് ലൈക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുന്ന certain units, അല്ലെ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ദേ ആർ ലൈക്ക് മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, amount of matter, എങ്ങനെയുള്ള ഇതിനെക്കാട്ടിലും കുറഞ്ഞൊരു ലൈക്ക് വി കാണ്ട് ഗോ ബിയോണ്ട് സംതിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് മാസ് ഇസ്. മാസ് ഇത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും. ഇതിന്റെ വെയിറ്റ് ഇത്ര ഉണ്ട് എന്ന് പറയുമ്പോൾ, വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോയി. അപ്പം വെയിറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ മാസ്. അപ്പം ഈ ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ എ സർട്ടൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആർ ഓഫ് 7: mass, length, time, temperature, electric current, luminous intensity and amount of matter. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ amount of matter, amount of matter അല്ല, സ്പേസിൽ, ഗിവൺ സ്പേസിൽ ഇത്രയും മാസ് ഉണ്ട്, ഗിവൺ സ്പേസിൽ ഇത്രയും മാറ്ററിന്റെ പ്രസൻസിനെ കാണിക്കുന്നതാണ് മാസ്. ലെങ്ത് ആ ഒരു ആസ് യു നോ വാട്ട് ലെങ്ത് ഇസ്, ടൈം, ഇതിനെ ബിയോണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. കറസ്പോണ്ടിങ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ there are different types of units. CGS units ഉണ്ട്, മെട്രിക് യൂണിറ്റ്സ് ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, ഫുട്ട്, ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്, FPS സിസ്റ്റം ഉണ്ട്. അങ്ങനെ there are different types of systems of like depicting units. So fundamental units we will be using for example the basic units such as kilogram, meter, second, Kelvin, ampere, candela, mole, etc. And ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കറസ്പോണ്ട് ചെയ്യുന്ന we follow standard unit, that is the SI units. നമ്മൾ ഇവിടെ യൂണിറ്റ് യൂസ് ചെയ്യുന്നതാണ് SI units. And other than that there are other units which will be having certain forms of conversions. Okay, നമ്മളിപ്പം കിലോഗ്രാം എന്ന് പറയുമ്പം കിലോഗ്രാംസ് എന്ന് നമ്മൾ പ്ലൂറലില് ഫുള്ളായിട്ട് എഴുതുകയാണെങ്കിലും വി വോണ്ട് ബി റൈറ്റിംഗ് കിലോഗ്രാംസ്, KGS എന്ന് നമ്മൾ എഴുതത്തില്ല, ബിക്കോസ് അത് ആ ഒരു യൂണിറ്റിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുറച്ച് തെറ്റുകളാണ്. അപ്പം that's all about the fundamental units and fundamental quantities. Like there are 7 fundamental quantities and they have their own units which is known as the fundamental units. Other than these two, there are 2 other physical quantities. So we will be measuring plane angle. Plane angle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a 2 dimension, in 2 dimension, that is x-axis and y-axis. If you take a piece of paper and draw 2 lines, like any 2 lines, ഇങ്ങനെ ഒരു ആംഗിളിനെ ഡെപിക്റ്റ് ചെയ്യുന്നതിനാണ്, ഡെപിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് റേഡിയൻ. ഓക്കെ, അതാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 3 dimensional സ്പേസിലാണ് യു ആർ ഡെപിക്റ്റിംഗ് an angle, that is known as a solid angle. In a 3 dimensional space, if you are depicting an angle, this is solid angle. And അതിന്റെ യൂണിറ്റ് ആയിരിക്കും സ്റ്റെറിഡിയൻ. റേഡിയൻ അല്ലാതെ നമ്മൾ പ്ലെയിൻ ആംഗിളിന് വേറെ യൂണിറ്റ് ഉണ്ട്, ഡിഗ്രീസ്, ഡിഗ്രി, മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയും യൂണിറ്റ് സപ്ലിമെന്ററി യൂണിറ്റ്സും ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഐ സെഡ് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എല്ലാം സെയിം ആവണമെന്നില്ല. ദർ ആർ other systems of units which we can use instead of these fundamental units. For example, kilogramമിന് നമുക്ക് gram യൂസ് ചെയ്യാം, മീറ്ററിന് നമുക്ക് സെന്റിമീറ്റർ യൂസ് ചെയ്യാം,
സെക്കൻഡിന് നമുക്ക് അവർ യൂസ് ചെയ്യാം, കെൽവിന് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യാം, അല്ലെ ഡിഗ്രി ഫാരൻഹീറ്റ് യൂസ് ചെയ്യാം. ആംപിയറിന് അതിൻ്റെതായ വേറെ യൂണിറ്റ് ഉണ്ട്. കാൻഡല ഹാസ് ഇറ്റ്സ് ഓൺ യൂണിറ്റ്. But these three mostly will be going using the same, like kilo ampere, kilo candela, kilo mole അങ്ങനെ പറയത്തതേ ഉള്ളൂ. whereas they have its own അതിന്റെ ടെൻസിനെ വെച്ചിട്ടുള്ള അല്ല അതിൻ്റെതായ കൺവേർഷൻ ഉള്ള യൂണിറ്റ്സുകൾ കാണും. ഇനി if we are like there are other physical quantities that depends on the fundamental quantities, that is the derived quantities. So you'll be getting different types of derived quantities from using the combination of various fundamental quantities. So if you take mass and what mass and length and time, you can make momentum, kilogram meter per second. So if you take mass and time alone, you can make another quantity, that is velocity, meter per second. Meter per second എന്ന് പറയുന്നത് ഒരു ഡെറൈവ്ഡ് യൂണിറ്റ് ആണ്, ഒരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഈ ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് വെലോസിറ്റി, ആൻഡ് അതിൻ്റെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റിനെ വിളിക്കുന്നതാണ് ഡെറൈവ്ഡ് യൂണിറ്റ്. ഇനി മെയിൻ ആയിട്ട് നമ്മൾ മെട്രിക് പ്രിഫിക്സസ് ആണ്. ദാറ്റ് ഈസ് 10⁻⁻1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡെസി. സോ 1 into 10⁻⁻1 മീറ്റർ. ഇതിനെ എനിക്ക് ഡെസിമീറ്റർ 1 ഡെസിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇറ്റ്സ് ഇക്വലന്റ് ടു 1 ഡെസിമീറ്റർ. ആ ഒരു ഇതാണ്. ഇനി ഇൻ കേസ് 10⁻⁻2 വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി സെന്റിമീറ്റർ, 10⁻⁻3 വരികയാണെങ്കിൽ മില്ലി, 10⁻�6 വരികയാണെങ്കിൽ മൈക്രോ. After this you can see that it is going in terms of like 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. 10⁻3, 10⁻6, 10⁻9 നാനോ, 10⁻12 പൈക്കോ, 10⁻18 ഫെംറ്റോ, ആൻഡ് 15 ഫെംറ്റോ, ആൻഡ് 10⁻18 ആറ്റോ. ഇനി if you are going to this is the negative powers of 10. ഇനി പോസിറ്റീവ് പവേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ 10⁻1 ആണെങ്കിൽ ഡെക്ക, അതിന് എനിക്ക് ഡി എ എന്ന് പറഞ്ഞ് എഴുതാം, ലൈക്ക് ഡെക്കാമീറ്റർ ഓർ ഡെക്കാഗ്രാംസ് എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം. ഓക്കെ, 10⁻2 ആണ് ഹെക്ടോ, 10⁻3 ആണ് കിലോ, 10⁻6 ആണ് മെഗാ, 10⁻9 ആണ് ഗിഗ, 10⁻12 ആണ് ടെറ, 10⁻15 പെറ്റ, ആൻഡ് 10⁻18 എക്സ. ഇതിലും നമുക്ക് കാണാൻ പറ്റുന്ന 2 വരെ 1ഉം 2ഉം ഉണ്ട്. 3 കഴിഞ്ഞാൽ പിന്നെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് പവേഴ്സ്. സോ എനി യൂണിറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, ലൈക്ക് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് വെച്ച് we can write it as a multiple of 10s. Like for example 5 point, okay, 5 point അല്ല, ഒരു 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ 5 into 10⁻2 എന്ന് എഴുതാം അല്ലേ. ഇനി 0.05 ആണെങ്കിൽ we can write it as 5 into 10⁻2. ഈ നൊട്ടേഷനെ വിളിക്കുന്നതാണ് സയന്റിഫിക് നൊട്ടേഷൻസ്. ഓക്കെ, in the expression of a quantity as a into 10⁻b ഇങ്ങനെ എഴുതുന്നതിനാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. So this is the basics of what units, fundamental units, derived units, powers of 10 and scientific notation is. Ini moving on to the next topic, that is accuracy, precision of instruments. So there are instruments that you use to measure various physical quantities. So ഇപ്പം ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സ്കെയിൽ ഉണ്ട്. അതേപോലെ തന്നെ ലെങ്ത് മെഷർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് ആണ് വെർനിയർ കാലിപ്പർ. സോ വെർനിയർ കാലിപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പർ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇപ്പം there are two people are measuring an arbitrary length of ഒരു given wire. പക്ഷെ അതിന്റെ ഒറിജിനൽ ലെങ്ത് എനിക്ക് അറിയും.
5 സെന്റിമീറ്റർ എന്നുള്ള ഒരു വയർ ഞാൻ രണ്ടുപേർക്ക് കൊടുത്തു. ആൻഡ് ഒരാൾ അത് മെഷർ ചെയ്തപ്പോൾ അതിൻ്റെ ലെങ്ത് എനിക്ക് 4.9 എന്ന് കിട്ടി. ആൻഡ് 4.9 സെന്റിമീറ്റർ. വേറൊരാൾ മെഷർ ചെയ്തപ്പോൾ അത് 5.3 എന്ന് കിട്ടി. ഇതിൽ ഏതാണ് ആക്ച്വൽ വാല്യൂ ആയിട്ട് നിയർ ആയിട്ട് വരുന്നത്? ആക്ച്വൽ വാല്യൂ ആയിട്ട് നിയർ ബൈ വരുന്നത് 4.9 ആണ്. സോ ദ accuracy or the accurate value is the one which is closer to the actual value. The value which we get, which is closer to the measured value, actual value, is the it tells us the accuracy of that particular value. So 4.9 ആണ് കുറച്ചുകൂടി accurate ആയിട്ട്, whereas 5.3 is less accurate. Sorry. Okay. Okay. So screen share ചെയ്യാൻ മറന്നതാണ്. Like as I told you, like there is a piece of wire of 5 centimeter. I gave it to 2 people for measuring it. And first വരുന്നതെന്ന് പറയുന്നത് ഒരാൾ മെഷർ ചെയ്തപ്പോൾ അത് 4.9 സെന്റിമീറ്ററും മറ്റേ ആൾ മെഷർ ചെയ്തപ്പോൾ അത് 5.3 സെന്റിമീറ്റർ എന്ന് വന്നു. ഈ 5.3 സെന്റിമീറ്റർ ഇതിനടുത്ത് ആണെങ്കിലും രണ്ടും അടുത്ത് വരുന്ന വാല്യൂസ് ആണ്. ബട്ട് വിച്ച് ഇസ് മോർ ക്ലോസർ ടു 5 സെന്റിമീറ്റർ? ദാറ്റ് ഇസ് ദ ആക്ച്വൽ വാല്യൂ. 5 സെന്റിമീറ്റർ ആണ് ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. വിച്ച് ഇസ് ക്ലോസർ ടു ദ ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഇസ് മോർ ആക്യുറേറ്റ്. സോ ഇതിൽ 5 സെന്റിമീറ്ററിന് അടുത്തോട്ട് വരുന്നത് 4.9 ആണ്. അതാണ് കൂടുതൽ ആക്യുറേറ്റ്. ഇനി ഞാൻ ഒരാളുടെ അടുത്ത് ഒരാൾക്ക് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു, ഒരാളുടെ അടുത്ത് വെർനിയർ കാലിപ്പർ കൊണ്ട് മെഷർ ചെയ്യാൻ പറഞ്ഞു. വെർനിയർ കാലിപ്പർ കൊണ്ട് മെഷർ ചെയ്യുന്ന ആൾക്ക് 0.01 എന്ന ലൈക്ക് 0.0 രണ്ട് പ്ലേസിൽ പോകും. ഡെസിമൽ പോയിന്റ് 2 പ്ലേസിൽ പോകും. വേറെ സ്കെയിലിൽ പോകുന്ന ആൾക്ക് 1 പ്ലേസ് വരെ പോകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ ഇപ്പൊ 5 സെന്റിമീറ്ററിന്റെ സെയിം ഇതാണ് കൊടുക്കുന്നതെങ്കിൽ ഒരാൾക്ക് 4.96 എന്ന് കിട്ടി, ഒരാൾക്ക് 4.5 എന്ന് കിട്ടി. വിച്ച് ഇസ് മോർ ആക്യുറേറ്റ്? ദിസ് വൺ, റൈറ്റ്? ആക്യുറസി വെക്കട്ടെ. വിച്ച് ഇസ് മോർ പ്രിസൈസ്? എനിക്ക് 4.5 അല്ല 4.9 കിട്ടി എന്ന് പറഞ്ഞു. ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന വാല്യൂ ആണ്. ബട്ട് ഇതിന് 2 ഡെസിമൽ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് മോർ ഓഫ് എ പ്രിസൈസ് വാല്യൂ. സോ പ്രിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ്സ് ഇറ്റ് ഗോസ് ബിയോണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇവിടെ വേറൊരു ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ, ഒരു ഡെസിമൽ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ 961 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പ്രിസൈസ് ആവും. സോ ആസ് ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഇൻക്രീസസ്, ദ പ്രിസിഷൻ ഇൻക്രീസസ്. ബട്ട് എപ്പോഴും ഈ പ്രിസൈസ് ആയിരിക്കുന്നുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ആക്യുറേറ്റ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത് പറഞ്ഞു ഒരു 5 സെന്റിമീറ്റർ ഇത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മെഷർ ചെയ്യാം. മെഷർ ചെയ്തപ്പോൾ ആദ്യത്തെ ആൾക്ക് 4.53 എന്ന് കിട്ടി, മറ്റേ ആൾക്ക് 4.9 എന്ന് കിട്ടി. വിച്ച് ഇസ് ക്ലോസർ? This is closer. So this is more accurate. Accurate value ആണെങ്കിൽ 4.9 ആണ്. Precise value ആണെങ്കിൽ 4.53 ആണ്. But this is not accurate. This one is accurate. അതാണ് ആക്യുറസിയുടെയും precisionന്റെയും ഡിഫറൻസ് വരുന്നത്. So if you see this example, the true value of a particular length is 4.283 centimeter. അപ്പം നമ്മുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഞാൻ 3 ഇൻസ്ട്രുമെന്റ്സ് A, B and C is used to measure this length, giving the readings 4.1, 4.24, 4.093. So we know actual value for
0.283 ആണ്. ഇനി നമ്മൾ ട്രൂ വാല്യൂവിന് ക്ലോസ് ആയിട്ട് വരുന്നത് ലൈക്ക് വിച്ച് ഇസ് മോസ്റ്റ് റിലയബിൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആക്യുറസി ആൻഡ് പ്രസിഷൻ. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആക്യുറസി ആൻഡ് പ്രസിഷൻ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഇഫ് യു സി പ്രിസിഷൻ വൈസ് ആണെങ്കിൽ പ്രിസിഷൻ വൈസ് ആദ്യം നോക്കാം. പ്രിസിഷൻ വൈസ് ആണെങ്കിൽ യു ക്യാൻ സി 4.1 ഇസ് ലെസ് പ്രിസൈസ്, 4.24 ഇസ് മോർ പ്രിസൈസ്, 4.093 ഇസ് കുറച്ചുകൂടി പ്രിസൈസ് ബിക്കോസ് ഇറ്റ് ഹാസ് 3 ഡെസിമൽ പോയിന്റ്സ് അല്ലേ. ആ ഒരു difference കാരണം we can say 4.093 is more precise, whereas when we look for accuracy, increasing order of accuracy, 4.093 is far away from true value, 4.1 is bit closer but not too much, അതുകൊണ്ട് ഇടയിൽ വരും, and 4.28 is very closer to the actual true value. So increasing order of the readings in order of accuracy എന്ന് പറയുന്നത് 4.093, 4.1 and 4.24. Okay, that is the difference between accuracy and precision. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആക്യുറസിയിലും പ്രസിഷനിലും? Some people might get it confused. Doubt illengi I'll move on to the next one. Okay, next one is കുറച്ച് ലൈക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റും. ഇതിൽ പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്ന ഒരു പാർട്ട് ഇതാണ്, ദാറ്റ് ഈസ് എറർ. ലൈക്ക് എറർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ വാല്യൂ, പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പം ഐ എം വേയിങ് 10 kilograms ഓഫ് റൈസ്. 10 kilograms ഓഫ് റൈസിനെ ഞാൻ വേ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പല കാരണങ്ങൾ കാരണം എനിക്ക് അതിൻ്റെ വേ ചെയ്യുന്നതിൽ എന്തെങ്കിലും മെഷർമെന്റ് എററുകൾ വരാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു ഡയറക്ഷനിൽ പോസിറ്റീവായിട്ട് മാത്രം എറർ ഉണ്ടാകുന്നു, അതിന് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയും. ദീസ് ക്യാൻ ബി ഡ്യൂ ടു വേരിയസ് റീസൺസ്, സച്ച് ആസ് ഒന്നെങ്കിൽ ഇൻസ്ട്രുമെന്റൽ എറർ ആയിരിക്കാം, അല്ലെ എക്സ്പെരിമെന്റൽ ടെക്നിക്കിൻ്റെ അകത്ത് ഞാനിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇംപെർഫെക്ഷൻ ഉണ്ടായിട്ടായിരിക്കാം, ഇനി എക്സ്പെരിമെന്റൽ കണ്ടീഷൻ കാരണം എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പം ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് മെഷർമെന്റ്, ഓർ ഡ്യൂ ടു അവർ കാഷ്വൽ ബിഹേവിയർ, കെയർലെസ്നെസ് കാരണം ഉണ്ടാകുന്ന എററുമാണ്. സോ ദീസ് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സിസ്റ്റമാറ്റിക് എറർ. പിന്നെ വരുന്നതാണ് റാൻഡം എറർ. റാൻഡം എറർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ എറേഴ്സ് ദാറ്റ് ക്യാൻ നോട്ട് ബി അസോസിയേറ്റഡ് വിത്ത് എനി കോൺസ്റ്റന്റ് കോസ്. സോ ഒരു ഫിക്സഡ് കോസ് ഇല്ലാതെ ഉണ്ടാകുന്ന എററിനെയാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. അപ്പൊ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഓക്കെ, so errors can be minimized by taking large number of observations. So if we നമ്മൾ ലാബോറട്ടറിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ what we see is we don't take a single value for ഒരു experiment. We take repeated values doing the same experiment. Repeated value എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുക്കും. അങ്ങനെ കാണുമ്പോഴാണ് നമുക്കൊരു കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, so repeated. Okay, so ഇനി എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എറർ കാൽക്കുലേഷൻ ഇസ് ഓഫ് ആദ്യം നമുക്ക് ട്രൂ വാല്യൂ എന്താണെന്ന് അറിയണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുന്നത്. ഇപ്പൊ 5 centimeter ഐ നോ ദിസ് പർട്ടിക്കുലർ എന്താ wire is having a length of 5 centimeter, so that is the true value. Okay, like in case എനിക്ക് ഞാൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുക, ഒരു ലൈക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 1 2 3 4 5 ഒബ്സർവേഷൻ. ഈ 5 ഒബ്സർവേഷനിൽ എനിക്ക് ലെങ്തിൻ്റെ വാല്യൂ 5.4 5.1 5
4.9, 4.99 ഇങ്ങനെ വാല്യൂസ് കിട്ടി. സോ ഞാൻ ഇതിന്റെ ആവറേജ് എടുത്തു. ഇത്രയും വാല്യൂസിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് എനിക്ക് അതിന്റെ ട്രൂ വാല്യൂ കിട്ടുന്നത്. ട്രൂ വാല്യൂ എന്ന് പറയുമ്പോൾ 5.4 പ്ലസ് 5. ഇതിലെല്ലാം കൂടി സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യും. So I'll get the true value. Arithmetic mean of a measured value is known as true value. So depending on your experiment and number of observationന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ഈ അരിത്തമെറ്റിക് മീൻ കാണുമ്പോൾ നമുക്ക് വിൽ ഗെറ്റ് ദ ട്രൂ വാല്യൂസ്. എല്ലാ സം ഓഫ് ദ മെഷേർഡ് വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മെഷർമെന്റ്സ് ടേക്കൺ. ദാറ്റ് ഇസ് ട്രൂ വാല്യൂ. ഇനി ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ ട്രൂ വാല്യൂ ഉണ്ടല്ലോ, ട്രൂ വാല്യൂ, ഈ ട്രൂ വാല്യൂവിൽ നിന്ന് അല്ലെ നമ്പർ ഓഫ് നമുക്ക് ഈ ട്രൂ വാല്യൂവിൽ നിന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. സോ വി ഹാവ് എ ട്രൂ വാല്യൂ AM ആൻഡ് മെഷേർഡ് വാല്യൂ A1. സോ വിൽ ടേക്ക് ഡിഫറെന്റ് ട്രൂ വാല്യൂസ്. ഓരോ ട്രൂ വാല്യൂവിനും അതിൻ്റെതായ എററുകൾ കാണും. ദാറ്റ് ഈസ് AM minus A1. Hello? Okay. Okay. A1 minus AM minus A1. So you'll get the first error. A1 അകത്തുണ്ടായ എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ആവറേജ് വാല്യൂ എനിക്ക് AM എന്ന് കിട്ടുന്ന 5 ആണെന്ന് വെച്ചോ. പക്ഷെ എൻ്റെ ആദ്യത്തെ മെഷേർഡ് വാല്യൂ 4.9 ആണ്. അപ്പം ഇതിൻ്റെ എറർ എത്രയാണ്? മോഡുലസ് ഇട്ടാണ് എടുക്കുന്നത്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. എറർ എത്രയാണ്? മാർജിൻ ഓഫ് എറർ ഇസ് മൈനസ് 0.1 അല്ലേ? 0.1 ആണ് ഇതിൻ്റെ അകത്തുണ്ടായ എറർ. ആ ഒരു പ്ലസ് ഓ മൈനസ് 0.1 എന്ന് വരുന്ന രീതിയിലാണ്. സോ ഇതാണ് ആബ്സല്യൂട്ട് എറർ. ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ മെഷേർഡ് വാല്യൂക്കും ട്രൂ വാല്യൂയുടെയും ഡിഫറൻസ് എടുക്കുമ്പോഴാണ് ആബ്സല്യൂട്ട് എറേഴ്സ് കിട്ടുന്നത്. ഇനി ഈ ആബ്സല്യൂട്ട് എററുകൾ എല്ലാത്തിനെയും കണ്ടിട്ട് നമ്മൾ അതിന്റെ മീൻ എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് മീൻ ആബ്സല്യൂട്ട് എറർ. ദാറ്റ് ഇസ് ഡെൽറ്റ എ ബാർ. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇൻഡിവിജ്വൽ ഡെൽറ്റ എകൾ കണ്ടില്ലേ, A1, A2, A3 എന്ന് പറഞ്ഞ് AN വരെ കണ്ടിട്ട് വിൽ ആഡ് ഓൾ ഓഫ് ദോസ് and divided it by number of measurements, that is n. So we'll get A bar, delta A bar. AM and A bar are different. A എന്ന് പറയുന്നത് ട്രൂ വാല്യൂന്റെ സം ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ആണ്. ആബ്സല്യൂട്ട് എററിന്റെ മീൻ ആണ്. ആബ്സല്യൂട്ട് എററിന്റെ സം എടുത്തിട്ട് അതിന്റെ മീൻ എടുക്കുന്നതിനാണ് മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇനി A is equal to AM പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A ബാർ എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് നമ്മൾ absolute error, mean absolute error plus or minus AM, that is true value ഒരു margin of error ആയിട്ട് കാണിക്കുന്നതാണ് ഈ mean absolute error. സോ ഇനി ഇൻ കേസ് വേറെ ലൈക്ക് ഫോർ ഫർദർ പ്രോബ്ലം ചെയ്യുമ്പോൾ what we will be seeing is like we'll be going through what is relative error അല്ലെ fractional error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ ഒരു പർട്ടിക്കുലർ സാധനത്തിന് വാല്യൂ മെഷർമെന്റ് ചെയ്തു, അതിന്റെ മീൻ വാല്യൂ എടുത്തു അല്ലെ ട്രൂ വാല്യൂ എടുത്തു. ഈ ട്രൂ വാല്യൂല് എത്ര എറർ ഉണ്ടായി? ഓക്കെ, സോ 5 ആണെന്ന് വെച്ചോ. 5 ആണ് എടുത്തതെങ്കിലും അതിൻ്റെ അകത്ത് 0.1 പ്ലസ് ഓ മൈനസ് 0.1 വ്യത്യാസമാണ് വന്നത്. സോ this is known as mean absolute error. Okay, this or mean absolute error, relative error. This 0.1 divided by 5. ഇതിനാണ് ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ എത്ര പെർസെൻറ്റേജ് എറർ ആണ് ഉണ്ടായെന്ന് വെച്ച് കാണാനാണെങ്കിൽ മീൻ ആബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഓഫ് മെഷർമെന്റ് ഇൻറ്റു 100 ചെയ്യുക. ഡെൽറ്റ എ ബാർ ബൈ AM ഇൻറ്റു 100% ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എറർ. സോ ഇത്രയും ഫോർമുലാസ് ഭയങ്കര എളുപ്പമുള്ള ഫോർമുലാസ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ വി ക്യാൻ ഡു ദ പ്രോബ്ലംസ്. ഇനി ഇഫ് യു ഗോ ടു ദ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്,
we can have some difference products like will be multiple ഒരു physical equation s is equal to u plus at ഈക്വേഷൻ അറിയാലോ ലൈക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ. ഇതില് നമുക്ക് യു മെഷർ ചെയ്യണം, എ മെഷർ ചെയ്യണം, ടി മെഷർ ചെയ്യണം, എന്നാലേ നമുക്ക് എസ് കിട്ടും. അപ്പം യുവിലൊരു 0.1 എറർ ഉണ്ട്, എയിലൊരു 0.2 എറർ ഉണ്ട്, ടിയിലൊരു 3% 3 എറർ 0.3 എറർ ഉണ്ട്. അപ്പൊ ഫ്രാക്ഷണൽ ഇതെന്ന് പറയുകയാണെങ്കിൽ these two will be are being added, s is equal to u plus at. So this is generally ഒരു പ്രോഡക്റ്റ് ആണ്, ആൻഡ് ദിസ് ഇസ് ഒരു സം ആണ്. അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇൻ സം ഇഫ് z is equal to a plus b അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഡെൽറ്റ z is equal to ഡെൽറ്റ a plus ഡെൽറ്റ b. ഓക്കെ, ആൻഡ് we'll be dividing each of them with this delta z. But delta z is equal to a plus b ആണെന്ന് അറിയാലോ. സോ ഡെൽറ്റ z ബൈ z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ a ബൈ ഡെൽറ്റ a പ്ലസ് ബി, ഡെൽറ്റ ബി ബൈ എ പ്ലസ് ബി. രണ്ടിനെയും ദിസ് ആൻഡ് ദിസ് ഇസ് z, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ ആ z കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് both of them will get a denominator z that we can write it as a plus b, a plus b. ഇനി ഇൻ കേസ് മൈനസ് ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എററിനെ ഇങ്ങനെയാണ് എഴുതുന്നത്. എറർ എപ്പോഴും സം ആയിട്ടാണ് എഴുതുന്നത്, എറർ എപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത്, എറർ കുറയത്തില്ല. സോ എറർ എങ്ങനെ എഴുതും, എന്നിട്ട് ഫ്രാക്ഷണൽ എറർ എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് എഴുതും. ആൻഡ് പ്രോഡക്റ്റ് അല്ലെ ഡിവിഷൻ വരും. ഇതായിരുന്നു സമ്മ് വരുമ്പോൾ, സമ്മും ഡിഫറൻസ്. പ്രോഡക്റ്റ് ആൻഡ് ഡിവിഷൻ വരുമ്പോൾ എന്ത് പറ്റും, ഇനി ഡെൽറ്റ സെഡ് ഇസഡ് ഇസ് ഈക്വൽ ടു എ ബി അങ്ങനെ വരികയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ ഇസഡ് താഴെ like z is equal to ab അല്ലേ. So the relative error can be written as delta a by a plus delta b by b. പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ഇൻ കേസ് ഓഫ് ഡിവിഷൻ ആണെങ്കിലും മാക്സിമം ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എ ബൈ എയും ഡെൽറ്റ ബി ബൈ ബി തന്നെ. പ്രോഡക്റ്റിനും ഡിവിഷൻ നടക്കുമ്പോഴും എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ രീതിയിൽ തന്നെ. both will have the same fractional error. So other instances എന്ന് പറയുന്നത് പവർ വരുമ്പോഴാണ്. പവർ വരുമ്പോൾ എന്ത് പറ്റും, പവർ വരുമ്പോൾ ഇപ്പം എ റൈസ് ടു എൻ ആണെന്ന് വെച്ചോ, അങ്ങനെ വരുമ്പോൾ വിൽ ബി ലൈക്ക് ഇപ്പം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ടി സ്ക്വയർ വരുന്നത് അല്ലേ, ഇതിൽ എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് എ ടി സ്ക്വയറിൽ വരുന്ന ആ സ്ക്വയർ വരുന്ന ഇതിൽ നമ്മൾ വാട്ട് വിൽ ഡു ഇസ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ആ റേസ് ടു എത്ര ആണോ വാല്യൂ, ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു റേസ് ടു എത്ര വരുന്നു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇങ്ങനെ എഴുതും. ദിസ് ഇസ് what we write as general. Okay, n into delta a by a എന്ന് എഴുതും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ അകത്ത് ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ റൈസ് ടു 1/2. സോ ടീൻ്റെ അകത്ത് ഉണ്ടാകുന്ന എറർ എങ്ങനെയാണ്, ടൈം പീരീഡിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എറർ അതിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ അകത്ത് എറർ മെഷർമെന്റ് ഓഫ് എറർ ഉണ്ടെങ്കിൽ വിൽ റൈറ്റ് റൈസ് ടു 1/2 അല്ലേ, 1/2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി, ടിയിലുണ്ടാകുന്ന എറർ. സിമിലർലി പൈ ആർ സ്ക്വയർ, അതിൻ്റെ അകത്ത് ആറിനകത്ത് ഉണ്ടാകുന്നത് ഏരിയയിൽ ഉണ്ടാകുന്ന എറർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആറും വോളിയത്തിൽ ഉണ്ടാകുന്നത് 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആറും. ഓക്കെ, ബിക്കോസ് 3 ടൈംസ് ആ എറർ അതിൻ്റെ അകത്ത് വരിക, അതുകൊണ്ട് നമ്മൾ അതിന് 3 ടൈംസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇപ്പം 2 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് കണക്ട് ചെയ്യുമ്പം R1 പ്ലസ് R2 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം
delta R is like effective resistance divided by actual resistance. R കാണുന്നതിന് delta R1 plus delta R2 by R1 plus R2. It's the same way. നമ്മൾ A plus B എന്ന് എടുക്കുന്ന പോലെ തന്നെ. വേറാസ് പാരലിന്റെ കേസിൽ ശ്രദ്ധിച്ചോ, എന്താ ഡെൽറ്റ ആർ പി 1 by delta RP is equal to delta RP by delta RP square, ബിക്കോസ് ഇത് റേസ് ടു -1 ആണ് വരുന്നത് അല്ലേ. അപ്പം ആ ഒരു ഡിഫറൻസ് ആണ്. ഇപ്പം എനിക്കിതിനെ ആർ പി റേസ് ടു -1 എന്ന് എഴുതാം. അപ്പം -1 അല്ലല്ല, ഇറ്റ്സ് സെയിം ആസ് ഇവിടെ ഈ സ്ക്വയറിന്റെ ആവശ്യമില്ല. ഡെൽറ്റ ആർ പി ഇസ് ഈക്വൽ ടു ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് എഴുതാം, ബിക്കോസ് ഇവിടെ ജസ്റ്റ് പ്രോഡക്ട്സ് ആണ് വരുന്നത്. ഈവൻ ദോ ആ ഇത് വരുന്നുണ്ട്, ആർ പിയിൽ ഉണ്ടാകുന്ന എറർ എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ സെയിം വേ. ദാറ്റ് ഇസ് എന്താ, ഇതൊരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക, ഇതൊരു അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക, അത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 ആൻഡ് ഇവിടെ ഡെൽറ്റ 1/R1 പ്ലസ് ഡെൽറ്റ 1/R2 ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് അവിടെ ആ സ്ക്വയർ വന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ്ലംസിലാണ് യു വുഡ് ബി ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. സോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ length of a road is measured in experiment is found to be 2.8448 meter, 2.46 meter, 2.49 meter, 2.49 meter and 2.46 meter. So repeating values ഉണ്ട്. We can take it as one or we can take it as separate values. So average length എന്ന് പറയുന്നത് arithmetic mean of measured value, that is x mean is equal to ഇതിന്റെ എല്ലാം mean, that is 2.476 meter. So approximately 2.48 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വാല്യൂസിൽ നിന്ന് നമ്മൾ ആബ്സല്യൂട്ട് മീൻ വാല്യൂ കുറയ്ക്കണം. അപ്പം മോഡുലസ് ഇട്ടായിരിക്കും കുറയ്ക്കുന്നത്. സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഓൾവേസ്. സോ ഫസ്റ്റ് വൺ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 എറർ ആണ് കിട്ടുന്നത്. സെക്കൻഡ് വണ്ണിൽ നമുക്ക് 0.02 ആണ്. ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ത്രീ പ്ലേസസിൽ നിന്ന് റൗണ്ട് ചെയ്ത് 2 പ്ലേസസിലോട്ടാക്കി? സിൻസ് ഓൾ ആർ വാല്യൂസ് ആർ ഇൻ 2 പ്ലേസസ്. 48, 46, 49, 49, 46 ഇതെല്ലാം 2 ഡെസിമൽ പ്ലേസസ് നിൽക്കുന്ന കാരണം ഇതിന് നമ്മൾ റൗണ്ട് ചെയ്ത് 2 ഡെസിമൽ പ്ലേസസിലോട്ട് ആക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് പ്രിസിഷൻ അല്ല ഇവിടെ വേണ്ട, ആക്യുറസിയാണ് വേണ്ടത്. ഓക്കെ, സോ ആ ഒരു ആക്യുറേറ്റ് വാല്യൂ കിട്ടാനായിട്ട് വേണ്ടി നമ്മൾ 2 ഡെസിമൽ പ്ലേസസിലോട്ട് ആക്കിയിട്ടായിരിക്കും സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അപ്പം വി ഗെറ്റ് ദ ഇൻഡിവിജ്വൽ ആബ്സല്യൂട്ട് എറേഴ്സ്. ഇനി മീൻ ആബ്സല്യൂട്ട് എറർ കാണണമെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ഇറ്റ് വിത്ത് 5. സോ 0.06/5, ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് മീൻ ഇസ് ഈക്വൽ ടു 0.05 അപ്രോക്സിമേറ്റ്ലി. 2 ഡെസിമൽ പ്ലേസസിലോട്ടാണ് ഇതിനെ എഴുതേണ്ടത്. അപ്പം എക്സിനെ നമുക്ക് എഴുതാനാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2.48 പ്ലസ് ഓർ മൈനസ് 0.01 മീറ്റർ. സോ വിൽ റൈറ്റ് ഇറ്റ് ആസ് ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ ആബ്സല്യൂട്ട് എറർ. ഇനി പെർസെൻറ്റേജ് എറർ കാണാനാണെങ്കിൽ വിൽ മൾട്ടിപ്ലൈ ദിസ് വിത്ത് 100. അപ്പം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 20 ആവും. ഓക്കെ, അല്ല ഇതല്ല, സോറി, ഈ മീൻ ആബ്സല്യൂട്ട് ഡെൽറ്റ ഉണ്ടല്ലോ, ഡെൽറ്റ 0.01 divided by 2.48 into 100, we'll get it as 40%. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 40 ആണ് വരുന്നത്. ഇതിനെ 2 ഡെസിമൽ പെർസെൻറ്റേജ് 0.40%ലോട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ബിക്കോസ്
ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 2.5 ചെയ്യുക. 2.5 ആക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.40%. ഓക്കെ, ഇനി ലീസ്റ്റ് കൗണ്ട് ആണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലീസ്റ്റ് വാല്യൂ വിച്ച് ക്യാൻ ബി മെഷേർഡ് ആക്യുറേറ്റ്ലി യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഇസ് കോൾഡ് എ ലീസ്റ്റ് കൗണ്ട്. ഇപ്പം ഒരു വെർനിയർ കാലിപ്പറോ ഒരു സ്ക്രൂ ഗേജോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ വിച്ച് വി ക്യാൻ മെഷർ. ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ എത്ര? 1 മില്ലിമീറ്റർ ആണ് നമുക്ക് അതിൻ്റെ അകത്ത് മെഷർ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അതേപോലെ ഒരു വെർനിയർ കാലിപ്പറിലെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ്ങിൻ്റെ അകത്ത് വാല്യൂ ഓഫ് മെയിൻ സ്കെയിൽ റീഡിങ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ. ഇപ്പം നമ്മുടെ ഒരു സ്കെയിൽ എടുക്കാന്ന് വെച്ചാൽ സ്കെയിലിൻ്റെ അകത്ത് കുറേ ഡിവിഷൻസ് ഉണ്ടല്ലോ. 10 ഡിവിഷൻസ് ചേർന്നാലല്ലേ 1 സെന്റിമീറ്റർ ആവുന്നതെന്ന് വെച്ചോ. 10 ഡിവിഷൻസ് ചേർന്നിട്ട് 1 സെന്റിമീറ്റർ ആവുന്നു. ഓക്കെ, സോ വാല്യൂ ഓഫ് 1 MST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്കെയിൽ റീഡിങ് ഇതാണ്. ഓക്കെ, മെയിൻ സ്കെയിൽ റീഡിങ് ഇത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ. 1 ഡിവൈഡഡ് ബൈ 10 സെന്റിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മുടെ റൂളറില്ലേ അത്. അപ്പം 1 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 into 10 to the power minus 1. That is 1 into 10 to the power minus എത്ര 3 മീറ്റർ എന്ന് വരും. 1 into 10 to the power minus 3 മീറ്റർ ആണല്ലോ. സോറി, 1 into 10, 1 by 10 എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ. സോ ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്കെയിൽ 0.1 സെന്റിമീറ്റർ. നമുക്ക് ഏറ്റവും കുറവായിട്ട് അളക്കാം. ഓർ ഇതിനെ നമുക്ക് 1 മില്ലിമീറ്റർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, similarly, least count of a vernier caliper is equal to value of 1 MST minus value of 1 vertical scale. So different types of the equipments has its own way of finding the least count. നമ്മളിപ്പോൾ വെർനിയർ കാലിപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് കിട്ടും. സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ ഗേജ്. വേറൊരു എക്യുപ്മെന്റ് റോട്ടാമീറ്റർ അല്ലെ ഫ്ലോമീറ്റർസിന്റെ ഒക്കെ വാല്യൂസ് നോക്കാനാണെങ്കിൽ അതിന്റെ എത്ര ലീസ്റ്റ് കൗണ്ട്സ് കിട്ടും. അങ്ങനെ പല ലീസ്റ്റ് കൗണ്ട് ഉണ്ട്. സോ ഇൻ എ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. In a vernier caliper, 1 MSD is 1 millimeter and the 9th main scale division coincide with 10 vernier scale. Calculate the least count. So 10 vernier divisionil 9 MSD ആണ് കാണിക്കുന്നത്. ഓക്കെ, 10 vernier division. There are 10 vernier divisions and അത് കറസ്പോണ്ട് ചെയ്യുന്നത് 9th മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ടാണ്. ഓക്കെ, സോ 9 into 1 mm. 1 മെയിൻ സ്കെയിൽ റീഡിങ് 1 mm ആണ്. സോ 9 മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 9 mm ആയിരിക്കും. സോ 1 വെർട്ടിക്കൽ സ്കെയിൽ റീഡിങ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 ആണ്. ദാറ്റ് ഈസ് ഇവിടെ കൊടുത്തേക്കുന്നത് 9 by number of division 10 vernier scale divisions. So 9 divided by 10, that is 0.9 mm. Okay, 0.9 mm. Or ini least count of vernier കാണാനാണെങ്കിൽ 1, that is 1 mean ഇവിടെ കൊടുത്തേക്കുന്ന value of 1 MST. Value of 1 MST is 1 mm minus 9 divided by 10, that is 0.1 mm or 0.01 centimeter. ഇങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് കാണുന്നത്. ലീസ്റ്റ് കൗണ്ടിൽ നിന്ന് അങ്ങനെ അത്ര പ്രോബ്ലംസ് ഒന്നും ചോദിച്ച് കാണാറില്ല ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇനി അടുത്തത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ എ മെഷേർഡ് വാല്യൂ അബൌട്ട് ദ കറക്റ്റ്നെസ് ഓഫ് വിച്ച് വി ആർ ഷുവർ പ്ലസ് 1 more digit ആർ കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇത് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവില്ല.
ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന് കുറച്ച് റൂളുണ്ട്. ആ റൂൾസ് വെച്ച് റൂൾസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാവും. സോ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പം 1 2 3 7 6 ഇതിൻ്റെ അകത്ത് 5 നമ്പേഴ്സ് ഉണ്ട്. 5ഉം സിഗ്നിഫിക്കൻ്റ് ആണ്, ബിക്കോസ് ആരും സീറോ ഇല്ല. ഇനി ഓൾ സീറോസ് ഒക്കറിങ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുമ്പം 2 3 0 0 8 9 അല്ലേ? ഇത് രണ്ട് നോൺ സീറോ നമ്പറിന്റെ ഇടയിലാണ് ഈ രണ്ട് സീറോ വരുന്നത്. അപ്പം അവര് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ടോട്ടലി ഇവിടെ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി all zeros to the left of non-zero digits are and right of the decimal are not significant. So ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് 1 2 3 ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ടോട്ടലി 3 സീറോസ് ഉണ്ട്. സോ അതിനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. സോ 2 3 അപ്പൊ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ അതിലുള്ളൂ. If a number ends in zeros that are not to the right of a decimal place, the zeros are not significant. For example, 1500, 1500. അതിൻ്റെ അകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. 1.5 into 10 to the power 3 ഇതിൻ്റെ അകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. വേറാസ് 1.50 into 10 to the power 3 ആണെങ്കിൽ അതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ബിക്കോസ് ഡെസിമൽ പോയിന്റ് ഒരു നോൺ സീറോ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന സീറോസ് ആണെങ്കിൽ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. നോൺ സീറോ നമ്പറിന് മുന്നേ ഡെസിമൽ പോയിന്റിന്റെയും നോൺ സീറോ നമ്പറിന്റെ ഇടയിൽ വരുന്നതാണെങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു നോൺ സീറോ നമ്പർ കഴിഞ്ഞ് വരുന്ന സീറോ ആണെങ്കിൽ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഓൾ സീറോസ് ടു ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പ്ലേസ് and all zeros to the right of the decimal place and right of the non-zeros are significant. So ഇത് ഈ എക്സാമ്പിളിൽ നേരത്തെ പറഞ്ഞ പോലെ ഓൾ സീറോസ് ടു ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് നോൺ സീറോ കഴിഞ്ഞിട്ട് വരുന്നത്, ദാറ്റ് ഈസ് 1 2 3 4 5. സോ 5 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് 5 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ്? 5 2 3 ഈ 2 സീറോ, ഇവ രണ്ടുപേരും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി ലാർജർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒബ്റ്റെയിൻഡ് ഇൻ മെഷർമെന്റ് ഗ്രേറ്റർ ഇറ്റ്സ് ആക്യുറസി ഓഫ് ദ മെഷർമെന്റ്. സോ ആക്യുറസി കൂട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇനി ഒരു എക്സ്പൊണൻഷ്യൽ നമ്പർ ആണ് എഴുതുന്നതെന്ന് പറഞ്ഞു, 1.53 into 10 to the power -3 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1.53നെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കുന്നത്. 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി റൂൾസ് ഓർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പറയുന്നതാണ് ഇത്. In addition or subtraction, the final result should retain as many decimal places as there are in the number with least decimal places. So, ഇതില് ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഉള്ള ആരാണ്? ഈ എക്സാമ്പിളിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസിന് 23.3 അല്ലേ? അപ്പം അഡിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീൽ റൗണ്ട് ഇറ്റ് ഓഫ് ടു 1 decimal place so that it will be having a least decimal place. Okay, അതിൻ്റെ ആക്യുറസിനെ കുറച്ചുകൂടി കൂട്ടും. പ്രിസിഷൻ അല്ല വേണ്ടത്, ആക്യുറസിയാണ്. ഇനി സെയിം എക്സാമ്പിൾ സബ്ട്രാക്ഷനിനകത്താണെങ്കിലും ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഇവിടെ 3 അപ്പം 3 ഡെസിമൽ പ്ലേസിലോട്ട് റൗണ്ട് ചെയ്യും ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ദ ഡിഫറൻസ്. ഇനി in multiplication or division, the final result should retain as many significance as there are in the original number with the least significant figure. Least significant figures ഉള്ളത് ഏതാണെന്ന് നോക്കണം.
സോ ഇതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1 4 ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. ഇത് രണ്ട് നോൺ സീറോ നമ്പറിന്റെ ഇടയിലാണല്ലോ. ഡെസിമൽ പ്ലേസ് ആണെങ്കിലും ഇത് 0 കഴിഞ്ഞിട്ടല്ല, 0.0 വരുമ്പോഴാണ് നോൺ സിഗ്നിഫിക്കൻ്റ് ആകുന്നത്. ഇത് 2 കഴിഞ്ഞിട്ട് വന്നത് കൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. സോ 1 2 3 4 5 സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സ്. ആൻഡ് ഇതിൽ 0 കഴിഞ്ഞിട്ട് 2 സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സ്. സോ 1 2. അപ്പം ടോട്ടൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് നമ്പർ ഉള്ളത് ഈ നമ്പറിലാണ്. അപ്പം പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് 2 സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സ് ഉള്ള രീതിയിൽ റൗണ്ട് ചെയ്ത് എഴുതണം. സോ 33 ഇസ് ദ 33. 2 സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സേ അതിൽ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 32.6738 എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 പറ്റില്ല. ഇത്ര എണ്ണത്തിനെയും വെട്ടിക്കളയണം. അതിനെ റൗണ്ട് ചെയ്ത് 33 എന്ന് എഴുതുന്നത് അതുകൊണ്ടാണ്. സിമിലർലി ഡിവിഷൻ ആണെങ്കിലും ഇതേപോലെ തന്നെ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇത്രയും ഇതിൽ ലീസ്റ്റ് ഇതിൽ സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സ് എത്ര? 1 2 1 2 3 അല്ലേ? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് വാല്യൂസ് 2. ഓക്കെ, സോ വിൽ റൗണ്ട് ഇറ്റ് ഓഫ് ടു 2 decimal places. 2 decimal places അല്ല, വിൽ റൗണ്ട് ഇറ്റ് ഓഫ് ടു 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിലാക്കും. അത്രേ ഉള്ളൂ. ഈ നോട്ട് വേണേൽ ഞാൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് കുറച്ച് എക്സസൈസ് ഉണ്ട്. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ് ടു അണ്ടർസ്റ്റാൻഡ് മോർ. പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഐ വിൽ സോൾവ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് യു. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ വേണേ ഞാൻ അയച്ചു തരാം. കറന്റ് എൻ്റെ ഇല്ല, ഞാൻ അത് ചെയ്തിട്ട് അയച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മാസിനെ നമ്മൾ എം കൊണ്ട് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഇസ് ഇറ്റ്സ് ഡയമെൻഷൻ. ലെങ്തിനെ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, അതതിൻ്റെ എല്ല്. സോ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്ത് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡയമെൻഷൻസ്. സോ ലെങ്ത്, വെലോസിറ്റിക്കകത്ത് ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, +1. ബിക്കോസ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അല്ലേ? സോ ഇത് പോസിറ്റീവ് പവർ ആണ്, അപ്പം +1. വേറാസ് ടൈമിന്റെ ഡയമെൻഷൻ ഇസ് -1 ബിക്കോസ് ഇത് ഡെസിമൽ ഡിനോമിനേറ്റർ ആയിട്ടാണ്. ഇനി ഓവറോൾ ഡയമെൻഷൻ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? L(T⁻⁻1) അല്ലേ? ദിസ് ഇസ് വാട്ട് ഡയമെൻഷൻ ഇക്വേഷൻ ഇസ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയും ഇതിനെ. So the symbolic form of a dimensional formula for fundamental quantities are M, L, T, K, A, C, D and mol. So velocity നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് ഇപ്പം മാസ് ചേർത്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, M0 ആണ്. ഇൻ കേസ് ഇനി ഡയമെൻഷണൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ so there are various other functions such as trigonometric functions such as theta, an angle, sin theta, cos theta. ഇവരെല്ലാം ഡയമെൻഷൻലെസ് ആണ്. അപ്പം ഇഫ് y is equal to sin theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ഇസ് m⁻⁴, l⁻⁴, t⁻⁴ ബിക്കോസ് ഇറ്റ് ഇസ് ഡയമെൻഷൻലെസ്. ഇനി ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ അതിന്റെ ഡയമെൻഷനും എന്താ ഡയമെൻഷൻലെസ് വാല്യൂ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡയമെൻഷൻലെസ്. ദർ ഇസ് m⁻⁴, l⁻⁴, t⁻⁴ എഴുതുന്ന പോലെ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസും ഡയമെൻഷൻലെസ് ആണ്, ലോഗരിതമിക് ഫംഗ്ഷൻസും ഡയമെൻഷൻലെസ് ആണ്. ഇനി
ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഈ ഈ ആ ഒരു ഇക്വേഷനിൽ യു ഇസ് ഈക്വൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതിൽ നമ്മൾ എപ്പോഴും ഡയമെൻഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരിക്കുന്ന ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാകുന്ന ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ സെയിം ഡയമെൻഷൻസിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യുവും എ ടിയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ രണ്ടിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. ഓക്കെ, ഇനി ഒരു ഡയമെൻഷനെ നമ്മൾ വേറെ ഡയമെൻഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ ഇപ്പുറത്തുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കിടക്കുന്ന രണ്ടുപേരുടെയും ഡയമെൻഷൻസ് ആർ സെയിം. സോ ഇക്വലൻസ്, ഇതിനാണ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഇൻ ആൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഡയമെൻഷൻസ് സെയിം ആക്കണം. സോ ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷണൽ ഇക്വേഷൻ എൽ ടി റേസ് ടു -2 ആണ്. അതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൽ ടി റേസ് ടു -1 കിട്ടും. ദാറ്റ് ഈസ് സെയിം ആസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് വൈ യു ഇസ് ഈക്വൽ ടു v is equal to u plus at എന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഇൻ എ സെൻസ് വി ക്യാൻ ഫോം ഇക്വേഷൻസ് യൂസിങ് ഡയമെൻഷണൽ ഫോർമുല. നമ്മൾ ഡയമെൻഷണൽ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസ് ഉണ്ടാക്കാം പല. ഓക്കെ, കൺവേർഷൻ. ഇനി the numerical value of a physical quantity in a system of units can be changed to another system of units using the equation nu is equal to constant, where n is the numerical value and u is the unit. So 2 meter per second, മനസ്സിലായോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. 2 meter per second is equal to എത്ര ലൈക്ക് സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാക്കാം. We can write it as centimeter per seconds, right? That same idea ആണ് ഇവിടെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. സോ 2 meter per second is equal to same as something centimeter per second. സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എത്രയാണ്? ഇൻറ്റു 10⁻2 മീറ്റർ. 2 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക 200 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് വാട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് യൂണിറ്റിനെ ഇങ്ങനെ എഴുതാം. ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എപ്പോഴും. ഓക്കെ, ഇതാ ഇവിടെ കണ്ടോ, 1 Newton is equal to F new units, where F is calculated as the following: 1 kilogram meter per second square is equal to Fx kilogram by m meter and s raised to -2. So dimensional equation, നമുക്ക് ഇതിൽ നിന്നൊരു ഡയമെൻഷണൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. F is equal to z square by xy. Okay, xy by z square or z square by xy എന്ന് എഴുതാം. എഫിന് കറസ്പോണ്ട് ചെയ്യും. സോ 1 kilogram meter per second സ്ക്വയർ അല്ലേ എഴുതിയത്, അതുകൊണ്ടാണ്. ഇനി സിയുടെ വാല്യൂ, സി ഇസ് ഈക്വൽ ടു 3 into 10 to the power 8 meter per second. That is equal to C new unit. C dash C new unit. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? y m units, y meter and z second raised to -1. So C dash is equal to 3 into 10 to the power 8 z by y എന്ന് എഴുതാം. ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി എഴുതുന്നേ ഉള്ളൂ. ഇതൊക്കെ പുതിയ യൂണിറ്റിൽ എങ്ങനെ കിട്ടും, പുതിയ യൂണിറ്റ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, കൺവേർട്ട് 1 Newton ടു ഡൈം. സോ ഡയമെൻഷണൽ ഫോർമുല MLT raised to -2 ആണ്. n1 u1 is equal to n2 u2, n2 is equal to n1 into m1 a raised to a, l1 raised to b, t raised to c.
ഡൈൻ എന്ന് പറയുന്നത് സി ജി എസ് യൂണിറ്റിലെ ഒരു വാല്യൂ ആണ് ഫോഴ്സിന്റെ. സി ജി എസ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സോ ടൈം റിമെയിൻസ് ദ സെയിം സെക്കൻഡ്. ഇതിന്റെ താഴെ 1 സെന്റിമീറ്റർ കിലോഗ്രാം ഗ്രാം ആകുക. സോ കിലോഗ്രാമിനെ ഗ്രാമിലോട്ടാക്കുക, ഇതിനെ 1000 ആവും. ഇത് 1 മീറ്റർ സെന്റിമീറ്ററിലോട്ടാകുമ്പോൾ ഇറ്റ് ബിക്കംസ് 100. സോ we will get it as 10 to the power 5 dyne. Okay, 1 Newton is equal to 10 to the power 5 dyne. ഇങ്ങനെ വാല്യൂസ് കാണാനാണ് ഈ പറഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇൻ കേസ് ഒരു പർട്ടിക്കുലർ എനർജിയുടെ യൂണിറ്റ് ഡയമെൻഷണൽ ഫോമിൽ തന്നിട്ടുണ്ട്. എനർജിയുടെ ഡയമെൻഷണൽ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേറൊരു യൂണിറ്റിൽ കാണാനായിട്ട് പറഞ്ഞു. ന്യൂ യൂണിറ്റ് ഓഫ് ടൈം ഇസ് ടേക്കൺ ആസ് സെക്കൻഡ്, മാസ് 5 കിലോഗ്രാം ആൻഡ് ലെങ്ത് 20 മീറ്റർ. കൺവേർട്ട് 1 ജൂൾ ഓഫ് എനർജി. 1 ജൂള് സെയിം ആണ്. ഓക്കെ, ഓക്കെ, ആ ഒരു ഇതേ ഉള്ളൂ. ml² T⁻⁻1 -2. സോ m 1 കിലോഗ്രാം ബൈ 5 കിലോഗ്രാം 10/20 10/20. ബിക്കോസ് ഇവിടെ സ്ക്വയർ ചെയ്യുന്നുണ്ട്, ബട്ട് സ്ക്വയർ ചെയ്താലും ആ 0 വെട്ടിപ്പോകും. സോ 1/20 ന്യൂ യൂണിറ്റ്. പുതിയ യൂണിറ്റ് 10 സെക്കൻഡ്സ് ആണ്. പുതിയ യൂണിറ്റ് ആണ്. പുതിയ യൂണിറ്റ് ഓഫ് ടൈം 10 സെക്കൻഡ്സ്. യൂണിറ്റ് ഓഫ് ടൈം ഇസ് 10 സെക്കൻഡ്സ്. യൂണിറ്റ് ഓഫ് മാസ് ഇസ് 5 കിലോഗ്രാം. ലെങ്ത് 20 മീറ്റർ. അങ്ങനെ എടുക്കാം. ഇറ്റ്സ് ബേസിക്കലി യൂസ്ലെസ്. ഇച്ചിരി മാത്തമാറ്റിക്സ് തലയിൽ യൂസ് ചെയ്ത് ലൈക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കുന്നത്. ഇനി ഡയമെൻഷണൽ മോഡലിന്റെ ലിമിറ്റേഷൻസ് പറയാം. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മേ നോട്ട് ബി യുണീക്ക്. ഇപ്പം വർക്കും എനർജീൻ്റെയും സെയിം ഡയമെൻഷണൽ ഫോമിലായിരിക്കാം, ടോർക്കിനും സെയിം ഡയമെൻഷണൽ ഫോർമുലയായിരിക്കാം. സോ ഇവർക്കെല്ലാം സെയിം ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കാം, പക്ഷേ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഈ ന്യൂമറിക്കൽ കോൺസ്റ്റൻസിന് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഇക്വേഷൻ അറിയാം. F is equal to G m1 m2 by r². ഇതാണ് ഇക്വേഷൻ. ബട്ട് ഡയമെൻഷണൽ ഇക്വേഷൻ യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഇത്രയും കണ്ടുപിടിക്കാം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. വിച്ച് ക്യാൻ ബി ഇക്വേറ്റഡ് ആസ് ദിസ്: കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം ബൈ ഇത് r², മീറ്റർ². ഓക്കെ, ആ ഒരു ഇത് കണ്ടുപിടിക്കാം. ബട്ട് what we cannot find out is the value of g. ജിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് പറ്റത്തില്ല. സോ ന്യൂമറിക്കൽ കോൺസ്റ്റൻസിന് ഒരിക്കലും നമുക്ക് ഡയമെൻഷണൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. The method of dimensions cannot be used to derive relations other than the product of power functions. Or example, s is equal to ut plus half et square. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെറൈവ് ചെയ്തെടുക്കാം. ഓർ y is equal to a sin omega t plus this cannot be. We cannot be deriving either using dimensional equation. Dimensional equations നമുക്ക് ഇതിന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് പ്രോഡക്റ്റ് ആരെങ്കിലും വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ബട്ട് ഇങ്ങനെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഈ ഹാഫ് ഒന്നും നമുക്ക് അതിൽ നിന്ന് വരത്തില്ല. സോ v is equal to u plus at നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. വേറാസ് s is equal to ut plus half at square. ഈ ഹാഫ് ഇസ് എ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്, റൈറ്റ്? നമുക്ക് ആ വാല്യൂ ഡയമെൻഷണൽ ഫോർമുലയിൽ കിട്ടത്തില്ല. സോ നമുക്ക് അങ്ങനത്തെ റിലേഷൻസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇനി the method of dimensions cannot be applied to derive formula if a physical quantity depends on more than 3 physical quantities, because unknowns will be more than equation. So for a physical quantity depends on more than 3 quantities for its value. Okay, അതിൽ നിന്ന് നമുക്ക് അപ്പം നമുക്ക് എന്താ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് ഫോർമുല ഡെറൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ടി ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു L by
എം ജി ഇൻറ്റു എൽ. സോ ഈ ആ ഒരു ഡിഫറൻസ് കണ്ടോ, 1/mg ഇൻറ്റു എൽ, 1/mg ഇൻറ്റു എൽ, 1 അല്ല L/mg ഇൻറ്റു എൽ. സോ ഇത് മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഡിപ്പെൻഡഡ് ആണ്. അങ്ങനെ വരുന്നൊരു കേസിൽ വി കാൺ ഡിറൈവ് ദിസ് ഇക്വേഷൻ യൂസിങ് dimensional formula, dimension analysis. Even if a physical quantity depends on 3 physical quantities, out of which 2 have the same dimension, the formula cannot be derived by theory of dimensions. So, for example, a tuning fork in the frequency is equal to d by L square V ആണ്. സോ ഡിയുടെ സെയിം യൂണിറ്റ് ആണ് എല്ലിനും ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പം മൂന്ന് മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് സെയിം ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടുമേ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇനി dimensionless quantities may have units, example radian and steradian, but unitless quantities has to be dimensionless. ഒരു എല്ലാ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസും യൂണിറ്റ് ഇല്ല എന്നല്ല. ചില ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് മേ ഹാവ് യൂണിറ്റ്സ് such as radian and steradian, whereas all unitless quantities are dimensionless. These are examples for certain dimensional formula of certain quantities. Area, volume, density, ഇതൊക്കെ ബേസിക് ആണ്. ഇതെല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. ചില പ്രോബ്ലംസ് വരുമ്പോൾ യു വിൽ ബി ആസ്ക്ഡ് ടു ഡു ദിസ്. ഇനി certain physical quantities which have the same dimension, that is frequency, angular velocity, velocity gradient, എല്ലാവർക്കും 10 to the power -1 ആണ്. സർഫസ് ടെൻഷൻ ആണ് (10⁻²) വരും. സ്പ്രിംഗ് കോൺസ്റ്റന്റും സെയിം ആണ്. വെലോസിറ്റിയും സ്പീഡിനും, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്, സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. ഫോഴ്സിനും വെയിറ്റിനും സെയിം ആണ്. ത്രസ്റ്റിനും എനർജി ഗ്രേഡിയൻറ്റും എല്ലാവരും ഫോഴ്സിൻ്റെ സെയിം ഡയമെൻഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആക്സലറേഷൻ സെയിം ആണ് രണ്ടുപേർക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ലേറ്റന്റ് ഹീറ്റ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ലേറ്റന്റ് ഹീറ്റും സെയിം ആണ്. ടോർക്ക്, വർക്ക്, എനർജി ഇവർക്കെല്ലാം സെയിം ഡയമെൻഷനാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആംഗുലാർ മൊമെന്റം ഹാസ് ദ സെയിം dimension equation. Energy density, modulus of elasticity, different modulus of elasticity, Young's modulus, bulk modulus, and the other one. അവർക്ക് മൂന്ന് പേർക്കും സെയിം എന്താ ഡിഫറെൻറ്റ് മോഡുല ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രഷർ, സ്ട്രെസ് എല്ലാവർക്കും സെയിം ഡയമെൻഷൻ ക്വാണ്ടിറ്റിയാണ്. സോ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദീസ് ആർ ദ ഡ്രോബാക്സ്. നമുക്ക് we cannot form certain dimension equation used without the help of knowing which physical quantity is associated with it. For rotational motion in the we are deriving using dimensional quantity, dimensional equations. We might use some other values or some other equations instead of it. മനസ്സിലായി ആ ഒരു ഡിഫറൻസ്. സോ ബട്ട് ഡയമെൻഷണൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് പല ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനർജി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പീഡിൻ്റെ സ്ക്വയർ, അങ്ങനെ വരാൻ ഈസ് ഈക്വൽ ടു mc² എന്നുള്ള ഒരു ഡയമെൻഷൻലെസ് ഇക്വേഷൻ യൂസ് ചെയ്ത് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. മനസ്സിലായി? ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡയമെൻഷൻലെസ് ഇക്വേഷൻസ്. ഇത് കുറച്ചുകൂടി പ്രോബ്ലംസ് ആണ്, വേണമെങ്കിൽ നോക്കാം. ഞാൻ നോട്ട് അയച്ചു തരാവേ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ഐ തിങ്ക് ഐ ഹവ് കവേർഡ് മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഫ്രം ദിസ് ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാനേ. ഹലോ, കേക്കാവോ? കേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? ഓക്കെ. ലീവ്